സമൂഹത്തിന് വേണ്ടിയാണോ വിധി പറയേണ്ടത്? സമൂഹത്തിന് നീതി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണല്ലോ നമുക്ക് നിയമ സംവിധാനങ്ങൾ. അതൊരു സാധാരണക്കാരന്റെ ചോദ്യമാണ്. അതിന് പരിഹാരം കാണാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഈ സംവിധാനം എന്നതൊരു ചോദ്യം തിരിച്ചുണ്ടെങ്കിൽ അത് അജ്ഞതയാണെങ്കിൽ ക്ഷമിക്കൂ. അതായത് സമൂഹത്തിന് വേണ്ടിയാണോ വിധി എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്ന് രണ്ട് വിധികൾ കുറച്ച് പുറകിലോട്ടും കൂടി ചിന്തിക്കേണ്ടിയിരിക്കും. ഇപ്പോൾ ഈ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത ഉദയകുമാറിൻ്റെ കേസിൽ ആത്യന്തികമായി എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു ബിഷപ്പ് പ്രതിയായിട്ടുള്ളൊരു കേസിനകത്ത് തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കോടതിക്ക് അദ്ദേഹത്തിന് വെറുതെ വിടേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. ആനുകൂല്യം കണ്ടെത്താനുള്ള ബദ്ധപ്പാടും ശ്രീ ജയശങ്കർ അടക്കം വ്യക്തമായി അറിയാവുന്നത്. അതെ, ജയശങ്കർ സാറിനോട് പറഞ്ഞിരിക്കാൻ ഞാൻ ആളല്ല. എങ്കിലും ഞാനീ പറഞ്ഞു വരുന്നത് ചില പാറ്റേണുകളാണ്. അതുപോലെ തന്നെ അഭയ കേസിൻ്റെ വിധിയെപ്പറ്റി 2022 ആ കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് ഹൈക്കോടതി നടത്തിയ ചില ഒബ്സർവേഷൻസ് ഉണ്ട്. ആ ജഡ്ജ്മെൻറ്റ് മുഴുവൻ വായിച്ച ആളാണ് ഞാൻ. ഒരു പ്രതിയെ ഡിസ്ചാർജ് ചെയ്തതും രണ്ടാമത് ആ പ്രതിയുടെ അടക്കം ഇൻവോൾവ്മെൻറ്റ് വരുന്ന ഒരു എവിഡൻസ് വെച്ചിട്ട് മറ്റു പ്രതികളെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്ത പാറ്റേണുകൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പ്രത്യേക കേസ് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഈ സമീപകാല കേസുകളിൽ കണ്ടുവരുന്നൊരു പാറ്റേൺ. അതായത് ഒന്നുകിൽ അമിത വിശ്വാസം, അല്ലെങ്കിൽ ചില കടന്ന കൈകൾ, കേസുകൾ ഷേപ്പ് ചെയ്യുന്നതിൽ വരുന്ന അപാകത, ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന പല കേസുകൾക്കകത്തും അത്തരത്തിലുള്ളൊരു ശിക്ഷ കൊടുക്കാൻ ഒരു പക്ഷേ കോടതികൾക്ക് കഴിയുന്നില്ല. ഈ കേസ് പറഞ്ഞ് ജയശങ്കർ സാറ് പിണങ്ങരുത്, ഞാൻ ഈ കേസ് മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത്, പൊതുവിൽ ഇതാണ് കണ്ടുവരുന്നത്. അതുപോലെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് നമ്മളൊക്കെ പറയുന്നുണ്ട്, റേപ്പ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ആ കേസിൻ്റെ സംഗതികൾ മുഴുവനായി വായിച്ചിട്ടില്ല. പക്ഷേ അതിൽ റേപ്പ് എന്ന് പറയുന്നത് പുതിയ ഡെഫിനിഷൻ അനുസരിച്ചിട്ടുള്ള സംഗതിയാണോ, അതോ എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യം അതൊരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സാണ്. നമ്മളൊക്കെ തന്നെ എന്ത് വിഷയമായാലും അതൊരു ദേഹത്ത് സ്പർശിച്ചതാണെങ്കിൽ പോലും നമുക്കെല്ലാം തന്നെ പ്രതിഷേധമുള്ളതാണ്, അതിനോട് വിരോധമുള്ളതാണ്, പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്ന ആഗ്രഹമുള്ളതുമാണ്. പക്ഷേ ആ കേസിലെ ജഡ്ജ്മെൻറ്റ് കിട്ടുമ്പോൾ മാത്രമാണ് അതിനകത്ത് നമ്മൾ കാണാത്ത എന്തെങ്കിലും സംഗതി ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും നാളെ ആ ജഡ്ജ്മെൻറ്റ് വായിച്ച് ചർച്ച ചെയ്യുന്നതും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈ പാറ്റേൺ ഇങ്ങനെയാണ്. അതായത് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് നടത്തുന്ന ചില അമിതമായ ആത്മവിശ്വാസം കൊണ്ടുള്ളത്, അതല്ല എന്നുണ്ടെങ്കിൽ ചില വൈറ്റ് വാഷിംഗ്, വിക്ടിമിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുണ്യാളനോ അല്ലെങ്കിൽ ഒരു മാലാഖയോ ആക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചില ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് നടത്തുന്ന ചില സംഗതികളുണ്ട്. പിന്നെ മറ്റൊരു വിഷയം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, അവർ നേരത്തെ തന്നെ ഉറപ്പിക്കുകയാണ് ഇതാണ് സംഭവിച്ചത്, ഇതാണ് പ്രതികൾ, ഇതാണ് സംഭവം. അതിനു വേണ്ടുന്ന എവിഡൻസ് കളക്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ സത്യസന്ധമായ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് നടത്തേണ്ടത്. സത്യസന്ധമായ ഇൻവെസ്റ്റിഗേഷൻ ഒടുവിലാണ് അല്ലെങ്കിൽ അതിനിടയിലാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തേണ്ടത്. അതല്ലാതെ ഒരു പ്രീ ഡിറ്റർമിൻഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡോടുകൂടി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അവരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടുന്ന തെളിവുകൾ കളക്ട് ചെയ്ത് വരുമ്പോൾ പലപ്പോഴും ഒരു ക്രിമിനൽ ട്രയലിൽ പരാജയപ്പെട്ടു. അപ്പോൾ അതാണ് പല കേസുകൾക്കകത്തും നമ്മൾ കണ്ടുവരുന്നൊരു പ്രതിഭാസം. അപ്പോൾ മാറേണ്ടത് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസിൻ്റെയും അതുപോലെ തന്നെ ആ പ്രോസിക്യൂഷൻ്റെയും ഒരു മൈൻഡ് സെറ്റാണ്. കാരണം ഇതുവരെയുള്ള കേസുകൾക്ക് വന്നിട്ടുള്ള പാളിച്ചകളൊക്കെയാണ് പഠന വിഷയമാക്കേണ്ടത്. ഇതൊക്കെ തന്നെ നമ്മൾ ജയിച്ച കേസുകളും ശിക്ഷിച്ച കേസുകളുമാണ് പാഠ്യ വിഷയങ്ങളാക്കുന്നത്. അതങ്ങനെയല്ല വേണ്ടത്. അതുപോലെ തന്നെ ഈ കേസിൽ വളരെ വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയുണ്ട്. മാഡം നേരത്തെ ചോദിച്ചതുപോലെ ഈ കോടതി ചോദിച്ചു ഇനിയും അന്വേഷണം തീർന്നില്ലേ എന്ന് ചോദിച്ചു. ഇതിനിടയിൽ വന്നൊരു റെവലേഷനുണ്ട്, ബാലചന്ദ്രകുമാറിൻ്റെ റെവലേഷനുണ്ട്. ആ റെവലേഷൻ വരെ പോലീസിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അത്തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടും തറവായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇനിഷ്യൽ സ്റ്റേജിൽ നടത്താത്തത് കൊണ്ടാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ തറവ് ആൻഡ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ണികളും പോലീസിനൊന്നും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അത് വേണ്ട, ഇത്ര സാധനങ്ങൾ മതി, ഇന്ന സംഗതി മതി എന്ന് പറഞ്ഞ് എവിടെയോ ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ കോംപ്രമൈസ് ചെയ്തതായിട്ട് എന്നെപ്പോലത്തെ ഒരാൾക്ക് തോന്നും, തെറ്റിദ്ധാരണയാവാം. അപ്പോൾ അത് എൻ്റെ ആ ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ബലപ്പെടുത്തുന്നതാണ് സബ്സിക്വൻ്റായിട്ട് വന്ന ബാലചന്ദ്രകുമാറിൻ്റെ റെവലേഷൻ. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു തറോ ഇൻവെസ്റ്റിഗേഷനാണ് നടത്തിയിരുന്നത് എന്നുണ്ടെങ്കിൽ പ്രാഥമികമായ അവസ്ഥയിൽ തന്നെ ഒരു പക്ഷേ കണ്ടെത്താൻ പറ്റുമായിരുന്നു.
എങ്കിൽ കഥ വേറൊന്നാകുമായിരുന്നു. പിന്നെ നമ്മളെല്ലാം കേൾക്കുന്നൊരു പേരുണ്ട്, ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, ഒരു മാഡം എന്ന് പറഞ്ഞൊരാൾ. ആ മാഡം എന്ന് പറയുന്നത് ആരാണ് എന്ന് ഇതുവരെ ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരാൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ തന്നെ നമ്മള് ഇവരൊക്കെ കുറ്റക്കാരാണ്, ഇവരെ തൂക്കിക്കൊല്ലണമെന്ന് വാദിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നാമം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. അത് ആരാന്ന് അന്വേഷിച്ചു പോയില്ല. ഒരുപക്ഷെ ഈ പറഞ്ഞ വെറുതെ വിടപ്പെട്ട ദിലീപ് കോൺസ്പിറസിയിൽ പാർട്ടായിരിക്കാം, പക്ഷേ ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു കോൺസ്പിറസി ആയിരിക്കില്ല. ആ കോൺസ്പിറസിക്ക് വേറൊരു ആംഗിൾ ഉണ്ടാവാം, ഇതിനിടയിൽ മറ്റൊരാളുണ്ടാവാം. പക്ഷേ അങ്ങോട്ടൊന്നും പോകാൻ താല്പര്യം കാണിച്ചിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അത് ശരിയോ തെറ്റോ എന്നറിയില്ല. ഈ പേരുകളും ബാലേന്ദ്രകുമാറിൻ്റെ ചില റെവലേഷൻസും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ കോൺസ്പിറസി ഉണ്ടാകാം, ആ കോൺസ്പിറസിയുടെ ആംഗിൾ മറ്റൊന്നായിരിക്കാം. പക്ഷേ ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ ഇതിങ്ങനെ മതി എന്ന് ആരൊക്കെയോ എവിടെയൊക്കെയോ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ എല്ലാം ഫൈനൽ ഔട്ട്കമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് പോലെ നീതി നിഷേധമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് നമ്മൾ വിളിക്കുന്നു. ശരി, കൃത്യമായ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും ഒരു ക്രിമിനൽ ട്രയലിൽ പൊളിഞ്ഞു പോകുന്നതേ ഉള്ളൂ. കേരള പോലീസിന് ഈ പറയുന്ന FIR എഴുതാൻ, കുറ്റപത്രം സമർപ്പിക്കാനൊക്കെ അസാധ്യമായ ഭാവനാശേഷി ഉണ്ടെന്ന വിമർശനം മുൻപും കേസുകളിൽ ഉണ്ടായിട്ടുള്ളതുമാണ്.